പ്രിയ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകും. പ്രിയ വിശ്വാസികളുടെ സമൂഹം, പരിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്റ്റിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം വിശുദ്ധേവങ്കേലികളായി വായിച്ചു കേട്ടത്. യേശുദമ്പുരാൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിക്കുകയും യെരൂശലേമിലേക്ക് പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കും. യേശുവിന് അനിഷ്ടമായ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ യേശുവിനെ വെല്ലുവിളിക്കുന്ന രണ്ട് സംഗതികൾ ഉണ്ടാവും. ഒന്നാമതായി, ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്, രക്ഷ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുകയും പലരും പ്രവേശിക്കാൻ ശ്രമിക്കും, പക്ഷെ എല്ലാവർക്കും പ്രവേശനം ലഭിക്കുകയില്ല. ഈ മനുഷ്യൻ പറയുന്നു, നീ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടണത്തിലോ ഗ്രാമത്തിലോ യേശുദമ്പുരാൻ വന്ന് പ്രസംഗിച്ചാൽ അവിടെയുള്ള എല്ലാവരും രക്ഷപ്പെടും, രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് അവന്റെ ധാരണ എന്ന് തോന്നുന്നു. യേശുദമ്പുരാൻ അവനോട് പറയുന്നു, എനിക്ക് തന്നെ അറിഞ്ഞില്ല. ഒരു ഭവനം വീട്ടുടമസ്ഥൻ വാതിലടച്ച ശേഷം പിന്നെ വന്ന് മുട്ടി വാതിൽ തുറക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും വാതിൽ തുറന്നു കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വേറെ ഭാഗമാണിത്. പലപ്പോഴും യേശുദമ്പുരാനുമായി നേരിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടാതെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട്, അവിടെ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പെരുന്നാളുകൾ സംബന്ധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ രക്ഷപ്രാപിക്കുന്നു. ഒരിക്കലുമില്ല എന്നാണ് യേശു അവരോട് ചെയ്യുന്നത്. Unless you have a direct contact with Jesus Christ, you may not be saved. യേശുവുമായി ഒരു നേരിട്ടുള്ള ബന്ധം നമ്മളിൽ എത്ര ആളുകളുണ്ട്? നമ്മളിൽ എത്ര പേർ യേശുവിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം വരുത്തുവാൻ പ്രാപ്തിയുള്ള ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും യേശുവിനെ മുൻനിർത്തി യേശുവിന്റെ വചനങ്ങൾ ആസ്പദമാക്കി നമ്മൾ എത്ര പേർ പ്രവർത്തിക്കുന്നു? സാധാരണ നമ്മുടെ ഇടവക ഏതെങ്കിലും പരിശുദ്ധന്റെ നാമത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ടോ അവിടെ കുർബാനകൾ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ ഇടവകയുടെ എല്ലാവരും ഈ രക്ഷയുടെ അനുഭവത്തിലാണ് എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ പറയാൻ വെക്കുകയും നാം വ്യക്തിപരമായി ഇടപെടേണ്ടിയിരിക്കുന്നു. യേശുവുമായി നേരിട്ടുള്ള ഒരു സംഭാഷണത്തിന്, യേശുവുമായി നേരിട്ടുള്ള ഒരു ഇടപെടലിന് നമ്മളൊക്കെ അവസരം ഉണ്ടാക്കുന്നില്ല. ചുങ്കക്കാരനായ സക്കായി യേശുദമ്പുരാൻ കടന്നുപോയപ്പോ ഒരു കാട്ടുതീയിൽ കയറിയിരുന്ന് രഹസ്യമായി യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. പലരും നാം കേട്ടിട്ടുണ്ട്, യേശുദമ്പുരാൻ വലിയ ഗുരുവാണ്, രോഗികളെ സുഖപ്പെടുത്തുന്നു, അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി എന്നാണ് അവന്റെ വിചാരം. യേശു അവരോട് പറയുകയാണ്, നീ താഴെ ഇറങ്ങിയോ, ഞാൻ നിന്റെ വീട്ടിൽ വരാൻ പോവുകയാണ്. ചുങ്കക്കാരന് തയ്യാറല്ലെങ്കിലും ജീസസ് ഈസ് ടേക്കിംഗ് ദ ഇനിഷ്യേറ്റീവ്. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാൻ പോവുകയാണ്. നമ്മുടെ എത്ര പേരുടെ ഭവനങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാനായി നമുക്ക്
നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതക്രമങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ യേശുവിന്റെ പ്രഭാഷണങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുയോജ്യമാണോ എന്ന് വീണ്ടും അടുത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ഇവിടെ പറയുന്ന ഒരു കാര്യം, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പരീശന്മാരിൽ ചിലർ, യേശുവിനെ സ്നേഹിക്കുന്ന ചില പരീശന്മാർ അടുത്ത് വന്ന് പറയുന്നു, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്ന ഹെരോദാവ് യേശുവിന്റെ ജനന സമയത്ത് ശിശുക്കളെ വധിച്ച ഹെറോഡ് ദി ഗ്രേറ്റ് അല്ല. പുതിയ നിയമത്തിൽ നമ്മൾ 6 പേരുടെ പേര് ഹെരോദാവ് എന്ന് വായിച്ചറിയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹെറോഡ് ദി ഗ്രേറ്റ്, മഹാനായ ഹെരോദാവ് എന്ന് പറയുന്ന ക്രൂരനായ രാജാവ്. അദ്ദേഹത്തിന്റെ 3 മക്കൾ, ഹെറോഡ് അർക്കലയോസ്, ഹെറോഡ് അന്തിപ്പാസ്, ഹെറോഡ് ഫിലിപ്പ്. അതുകൂടാതെ കൊച്ചുമക്കൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വരുമ്പോ ഹെറോഡ് അഗ്രിപ്പ ഒന്നാമൻ, ഹെറോഡ് അഗ്രിപ്പ രണ്ടാമൻ. 6 പേരെ ഹെരോദാവ് എന്ന് മാത്രം ചുരുക്കപ്പേരിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ പറയുന്നത് മിക്കവാറും ഹെറോഡ് അന്തിപ്പാസിനെ പറ്റിയായിരിക്കും. ക്രൂരനായ ഒരു രാജാവ് തന്നെയായിരുന്നു അദ്ദേഹം. യേശു മറുപടി പറയുന്നു, അവനോട് ചെന്ന് പറ, ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ, ഞാൻ ഇനിവരുന്ന 12 ദിവസം രോഗികളെ സുഖപ്പെടുത്താൻ പോവുകയാണ്, ഞാൻ വിധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. If he wants to meet me or if he wants to attack me, I'm ready. No problem. യേശു തമ്പുരാൻ തന്നെ ഈ വെല്ലുവിളിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ 2 ഭാഗം, ഒരു ഭാഗത്ത് രക്ഷ പ്രാപിക്കണമെന്ന് ചെറിയ ആഗ്രഹമുള്ളവരാണ്, അത് യേശുവിൽ നിന്ന് വളരെ അകലെയാണ്. രണ്ടാമത്തേത് യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഹെരോദാവും കൂട്ടരും. അവർ യേശുവിന്റെ ശത്രുപക്ഷത്താണ്. ഇത് രണ്ടുമല്ല വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്, അന്ത്യകാലത്ത് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ധാരാളം ആളുകൾ വന്ന് പന്തിയിലിരിക്കും. നാം പ്രതീക്ഷിക്കാത്ത പല ആളുകളും യേശുവിന്റെ പ്രമാണമനുസരിച്ച് ജീവിച്ച് രക്ഷിക്കപ്പെടുന്നു. നമുക്ക് ആ പാതയില് മുന്നേ പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മൾ എഴുതി ചിന്തിപ്പിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഈ വേദഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.